നമസ്കാരം. ഞങ്ങൾ ഈ ചാറ്റ് എന്ന പ്രോഗ്രാം നേരാണ്. പേര്? അർഫാസ്, അൻസാർ, വഹീദ, സനം. എവിടെ നിന്ന് വരുന്നു? ഞങ്ങൾ കോഴിക്കോട് കോയറോഡ്. ഞാൻ പഠിച്ച് കഴിഞ്ഞിരിക്കുക. ബിടെക് അല്ലേ? എവിടെയാണ് പഠിച്ചത്? ഞാൻ കോയമ്പത്തൂർ. നാട്ടിലേക്ക് വന്നിട്ട് ഒരു വർഷമായി. ഓൾറെഡി തുടങ്ങിയോ? ചെറുതായിട്ട്. പേപ്പേഴ്സൊക്കെ കിട്ടി? എല്ലാം കഴിഞ്ഞോ? ഞാൻ മെക്കാനിക്കൽ. ചേട്ടൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഗൾഫിലാണ്, ഖത്തറിലാണ്. ഇപ്പോൾ നാട്ടിൽ വന്നപ്പോൾ ഞാൻ വന്നിട്ട് 2 ആഴ്ചയായി. എന്താ ഭയങ്കര ഒരു ഗൗരവമൊക്കെ പൊതുവെ ഇങ്ങനെ തന്നെയാണോ? ഭയങ്കര സ്ട്രിക്റ്റ് ആണോ? ഞാൻ എക്സ് നേവിയ. അത് ശരി. എനിക്ക് ആരും പേടിപ്പിക്കാല്ലേ. ഇതൊരു എക്സ് വട്ടാണാണ്. അപ്പോൾ ആ ഒരു ഗൗരവം ഇതൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഇന്ന് ചോദിക്കാൻ പറ്റിയത് ചേട്ടനെ പോലത്തെ ഒരാളോട് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഞാൻ വെയിറ്റ് ചെയ്യാം. ഇവിടെ എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫ്. +2 കഴിഞ്ഞ്. റിസൾട്ട് വന്നതല്ലേ? CBS റിസൾട്ട് വരാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ജയിച്ചതിന് എന്താണ് ഓഫർ ചെയ്തിട്ടുള്ളത്? മകളല്ലേ? അവർക്കെല്ലാം ഓഫർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ഡയമണ്ട് റിംഗ് വാങ്ങി കൊടുത്തു. റിസൾട്ട് വരുമ്പോൾ മേടിച്ചു കൊടുത്തു. അതെന്താ അത്രയും ആത്മവിശ്വാസമാണോ? പാസ്സാവെന്ന് പറഞ്ഞ് കൊടുത്ത്. ഈ പാസ്സായില്ലെങ്കിൽ വെറുതെ തമാശക്കാണ്. തിരിച്ചു പിടിക്കുമോ? ഇല്ല, തിരിച്ചൊന്നും വാങ്ങുന്ന പ്രശ്നമില്ല. ഈ പാസ്സായി കഴിഞ്ഞാൽ, നല്ല മാർക്കോടെ പാസ്സായി കഴിഞ്ഞാൽ എന്തായിരിക്കും അടുത്തത്? ആക്സസ് ബുക്ക് ചെയ്യും. ഇതൊക്കെ ഇത്രയൊക്കെ ഓഫർ കിട്ടിയിട്ട് ആ ഒരു പ്രതീക്ഷ ഉണ്ടോ? ഉണ്ട്. എന്തായാലും ഞാൻ ഒരു ചെറിയൊരു ഫണ്ണി ആയിട്ടൊരു അഭിപ്രായം ചോദിക്കുകയാണ്. ആ ലെവലിൽ എടുക്കുക, സീരിയസ് ആക്കണ്ട. പുരുഷന്മാർക്ക് പൊതുവെ പലതരത്തിലുള്ള ഷേപ്പായിരിക്കും വയറിന്. ചിലപ്പം കുടവയറുള്ള ആൾക്കാരുണ്ട്. അല്ല, ഞാൻ പറയട്ടെ, അതാ ഞാൻ പറയുന്നത്. പിന്നെ ഫ്ലാറ്റായിട്ട് ഒരു ഉണ്ട്, പിന്നെ ഒരു 6 പാക്ക്. ഇങ്ങനെ 3 തരത്തിലാണ് നമ്മൾ പൊതുവേ കാണുന്നത്. ഇത് ചിലർക്ക്, ചില ഗേൾസ് അല്ലെങ്കിൽ ചില ബോയ്സിനും 6 പാക്ക് ആയാൽ മതി, അല്ലെങ്കിൽ അതിന് വേണ്ടി ശ്രമിക്കാറുണ്ട്. ചിലർക്ക് ഫ്ലാറ്റ് മതി. പലർക്കും പല അഭിപ്രായമാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായം എനിക്ക് പറഞ്ഞു തരണം. അഭിപ്രായം 6 പാക്കാണ് ഗേൾസിനൊക്കെ വേണ്ടത്. എന്താണ് അത് പറയാനുള്ള കാരണം? എന്താണെന്ന് വെച്ചാൽ 6 പാക്ക് പോപ്പുലർ അല്ലേ? ബോളിവുഡിലും ഹോളിവുഡിലും എവിടെ കണ്ടാലും 6 പാക്ക്. ശ്രമിക്കാറുണ്ടോ? ഇല്ല, ഇതുവരെ ശ്രമിച്ചിട്ടില്ല. ഇപ്പൊ ഏകദേശം എത്ര പാക്കായി? ഇപ്പൊ ഫാമിലി പാക്കാണല്ലേ? അത് ശരി. അപ്പൊ ആഗ്രഹം മാത്രമല്ല, അതിനുള്ള പ്രവർത്തനം ഒന്നും തുടങ്ങിയിട്ടില്ല അല്ലേ? ഇല്ല, ഒരു ജോലിയൊക്കെ കിട്ടിയിട്ട് സ്വന്തം പൈസക്ക് ചെയ്യാൻ പറ്റില്ല. നടക്കാനൊക്കെ പൈസ വേണോ? നടക്കാനല്ല, ജിമ്മ്, വർക്കൗട്ട് ചെയ്യണ്ടേ. നടന്നാലും 4 പാക്കാണോ 6 പാക്കാണോ? ഇത് ഇങ്ങോട്ടല്ല ചോദ്യം, ഞാൻ നിങ്ങളോട് ചോദിക്കാൻ വേണ്ടി വന്നപ്പോ ഇത്രയും വേണ്ടിയിരുന്നില്ല. ഓക്കെ, സമ്മതിച്ചു. ചേട്ടൻ എന്താണ് ആഗ്രഹം? ഞാൻ 6 പാക്കും വേണ്ട, കുടവയറും വേണ്ട, നോർമലായിട്ടുള്ള ബോഡി മതി. അവർ എക്സസൈസ് നോർമലായ ബോഡി. അത്ര ഫ്ലാറ്റും പാടില്ല, അത്ര ബെല്ലിയും പാടില്ല. ഒരു ഇടത്തരം. ഈ ഒരു കൺസെപ്റ്റ് തന്നെ ആയിരുന്നു കല്യാണത്തിന് മുന്നേ? കല്യാണത്തിന് മുമ്പ് തന്നെയായിരുന്നു. ഇല്ല, അങ്ങനെയൊന്നുമില്ല. ആദ്യമുള്ള കൺസെപ്റ്റ് അതാണ്. ഞങ്ങൾ എക്സസൈസൊക്കെ പോകാറുണ്ടോ? ഹെൽത്ത് ക്ലബിലൊക്കെ പോകാറുണ്ടോ? അതോ നടക്കല്? റിട്ടേർഡേഷൻ ഒന്നുമില്ല. ഗൾഫിലൊന്നും ചേർന്നല്ല അവിടെ ഉള്ളവരെ ഗൾഫിലൊന്നും നടക്കില്ലല്ലോ. പറഞ്ഞിട്ടുണ്ട് രാവിലെ കറക്റ്റ് എണീപ്പിക്കും. കൂടുതലും ചെയ്യും, രാവിലെ എല്ലാം ചെയ്യും വന്നതിന് ശേഷം. പിന്നെ ഒരു 6 മാസം കൊണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ ഗൾഫിലത് കഴിയാൻ. ഓൾറെഡി ടെമ്പറേച്ചർ ഒക്കെ 55, 58 ഒക്കെയാണ് ടെമ്പറേച്ചർ അവിടെ. രാത്രി 8, 9 മണിയാവും ടെമ്പറേച്ചർ ഡൗൺ ആകാൻ വേണ്ടിയിട്ട്. പിന്നെ എങ്ങനെ നടക്കാൻ? ഇവിടെ എങ്ങനെയായിരുന്നു ആഗ്രഹം? എങ്ങനെയായിരുന്നു? എങ്ങനെ അത് അവിടെ നോക്കി പറയട്ടെ. ഞാൻ പറഞ്ഞ കല്യാണത്തിന് മുന്നേ ഉള്ള ഒരു ആഗ്രഹം എങ്ങനെയായിരുന്നു? കാണുമ്പോൾ കുറേ ആൾക്കാർ കാണല്ലേ, അപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടല്ലോ. അപ്പം എങ്ങനെയായിരുന്നു? ഇപ്പത്തെ നോക്കണ്ട, ഒരു 10, 15 അല്ലെങ്കിൽ 20 വർഷം മുന്നേ. എന്താ, നല്ലൊരു നോർമല് ഫ്ലാറ്റ് ആയിട്ട്, അധികം വേണ്ട. കാണുമ്പോൾ ഒരു ഗെറ്റപ്പ് വേണം, അത്ര തന്നെ. അതന്നെ. ഫ്ലാറ്റ്. 6 പാക്ക് ഒന്നും വേണ്ട. വേണ്ട. ഡെഡിക്കേഷൻ പറഞ്ഞു. നല്ലൊരു സോങ് ഞാൻ പ്ലേ തരാം. ഡെഡിക്കേഷൻ ഏത് സോങ്ങുള്ള തന്നെ പറഞ്ഞോ. എനിക്ക് ആരുമില്ല, എനിക്ക് ഇവരേ ഉള്ളൂ. 2 മക്കളുടെ ഒരു ഭാര്യയുണ്ട്. അത്രേ ഉള്ളൂ. ഇല്ല, ഫാമിലി തന്നെ. ഓക്കെ, ഇവരെ ഇത്രത്തോളം ആൾക്കാരുള്ള ഇവരെ മാത്രമേ ഇവരെ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഡെഡിക്കേറ്റ് ചെയ്യാണ്. എന്നാലും ഇവർ പറഞ്ഞ പോലെ ഇവരുടെ ഈ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് സോങ് ചോദിച്ചിട്ടുള്ളത്. നല്ലൊരു സോങ്. आवारगी करता हूँ पर मैं आवारा नहीं, छोड़ा खुला दिल को मगर खुद को बिगाड़ा नहीं। ऐसा लगे तेरे बिना अब तो गुजारा नहीं, किसी का भी होगा ना मैं
ये कहूँ मैं यहाँ तेरे लिए ज़मीं पे उतारा हूँ मैं तेरी भोली भाली आंखों का इशारा हूँ जो तेरी चाहते समेटे वो किनारा हूँ कैसे मैं ये कहूँ तू पास भी तू प्यास भी तू राज भी मैं हो गया हूँ तेरा तू ही तो है ख्याल मेरा तू ही तो है करार मेरा छूटे नशे जहाँ भी कभी तू ही तो है खुमार मेरा जिंदा हूँ तुझ पे मर के भूला सब तुझको पढ़ के कैसा है प्यार तेरा അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വിചാരൻ്റെ ഇന്നത്തെ എപ്പിസോഡ് അവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. എന്താ പറയുക, നമ്മളിന്ന് ചോദിച്ചത്, ഞാൻ നേരത്തെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞൊരു സംഭവം തന്നെയാണ്. പുരുഷന്മാർക്ക് കുട വയറാണോ അതോ നല്ലത്, അതോ ഫ്ലാറ്റ് ആയിട്ടുള്ള വയറാണോ നല്ലത്, അതോ 6 പാക്ക് ആയിട്ടുള്ള നല്ലതാണോ വയറാണോ നല്ലത്, അല്ലെങ്കിൽ അങ്ങനെ ആവാനാണോ ആഗ്രഹം, അല്ലെങ്കിൽ അങ്ങനെയാണോ ഇഷ്ടം എന്നൊക്കെയാണ് നമ്മളിന്ന് ചോദിച്ചത്. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതലും ആളുകൾ പറഞ്ഞിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് ഫ്ലാറ്റ് ആയിട്ടുള്ളതാണ്. കാരണം 6 പാക്കൊന്നും അധികം ആൾക്ക് ഇഷ്ടമില്ലാന്ന് തോന്നുന്നു, പ്രത്യേകിച്ച് ഗേൾസിന് ഞാൻ ചോദിച്ചു നോക്കുമ്പോൾ. അപ്പോൾ എന്തായാലും അധികം 6 പാക്ക് ആക്കേണ്ട, ഫ്ലാറ്റ് ആയിട്ട് നടക്കുന്നതായിരിക്കും നല്ലത്. സോ ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നമുക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ പേഴ്സണൽ ആഗ്രഹങ്ങൾ കണ്ട ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അറിഞ്ഞെടുത്തോളം അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് നിങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്, ഏത് രീതിയിലാണ് നടക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ആഴ്ച നല്ലൊരു കൺസെപ്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇതുവരേക്കും ബൈ ഫ്രം ആദ്യം.